ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ്, ഇൻസാറ്റ് 3DS, മിലാൻ എക്സസൈസ്, കൈറൻസ് ഗ്രൂപ്പ്, സ്വാമിനാരായണൻ സമ്പ്രദായ, MIS ഓർ MSP, പ്ലേസസ് ന്യൂസ് ആയിട്ട് കിൻമെൻ ആർച്ചിപ്പലാഗോ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റിനെ കുറിച്ചാണ്. സോ ഈ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 8-നകത്ത് നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി UAE സന്ദർശിച്ച സമയത്ത് ഈ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റിൽ സംസാരിച്ചതിനെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിന് സിമിലർ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് എന്ന് പറയുന്നത്. ഇത് 2013 ഈ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് എന്നുള്ള പേരിൽ തന്നെയുള്ള ഒരു NGO 2013 ആരംഭിച്ച ഒരു സംഭവമാണ് ഇത്, ഈ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഒക്കെ കേസ് പറഞ്ഞ പോലെ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഈ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ കീഴിൽ ഒരു ആനുവൽ സമ്മിറ്റ് എല്ലാ വർഷവും ദുബായിൽ വെച്ച് നടക്കുന്നുണ്ട്. ആ ആനുവൽ സമ്മിറ്റിൻ്റെ പേരും വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് എന്ന് തന്നെയാണ്. ഓക്കെ, ഇനി ഈ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് ഫോം ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസിനകത്തുള്ള ഒരു ടീം ഓഫ് എക്സ്പേർട്സ് ചേർന്നിട്ടാണ്. അപ്പോൾ ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ വേൾഡ് എക്കണോമിക് ഫോറം പോലെ തന്നെ ഗവൺമെൻറ്, ബിസിനസ്, സിവിൽ സൊസൈറ്റി എന്നീ മേഖലകളിൽ നിന്നുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരിക. അതിലൂടെ നമ്മുടെ ലോകത്തിലുള്ള 7 ബില്യൺ അല്ലെങ്കിൽ ഇപ്പോൾ 8 ബില്യൺ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിന് പരിഹാരം കണ്ടെത്തുക, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ കുറച്ചും കൂടി ബെറ്റർ ആക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ വേൾഡ് എക്കണോമിക് ഫോറത്തിന് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻസാറ്റ് 3DS എന്ന് പറയുന്ന സാറ്റലൈറ്റിനെ കുറിച്ചാണ്. സോ അപ്പോൾ ഈ ഇൻസാറ്റ് 3DS എന്ന് പറയുന്ന സാറ്റലൈറ്റിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 10-നകത്ത് ഈ ISRO ഈ ഫെബ്രുവരി 17, അതായത് 3 ദിവസങ്ങൾക്ക് ശേഷം ഈ ഇൻസാറ്റ് 3DS എന്ന് പറയുന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ഒരു വാർത്തയുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇൻസാറ്റ് 3DS എന്ന് പറയുന്ന സാറ്റലൈറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇന്ത്യയുടെ ഇൻസാറ്റ് സീരീസിൽ പെടുന്ന ഒരു സാറ്റലൈറ്റ് ആണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് ഇവൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ സൈക്ലോണൊക്കെ പോലുള്ള എക്സ്ട്രീം ക്ലൈമറ്റ് ഇവൻറ്റ്സ് ഉണ്ടാവും. അതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക, അതിനെ ട്രാക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എക്സ്ട്രീം ക്ലൈമറ്റ് ഇവൻറ്റ്സിൻ്റെ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്നുള്ള ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ഇൻസാറ്റ് 3DS നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ ലോഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ISROയുടെ കീഴിലുള്ള ഒരു 3rd ജനറേഷൻ മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് സീരീസിൽ പെടുന്നതാണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. ഇത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലായിരിക്കും ഇതിനെ ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ 3rd ജനറേഷൻ മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റുകളായിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളതാണ് ഇൻസാറ്റ് 3D, അതുപോലെ തന്നെ ഇൻസാറ്റ് 3DR എന്ന് പറയുന്നത്. അപ്പോൾ ആ സാറ്റലൈറ്റുകളുടെ കൂട്ടത്തിൽ 3ാമനായിട്ടാണ് ഇൻസാറ്റ് 3DS വരുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഫണ്ട് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ്. കാരണം ഇതൊരു മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സെർവ് ചെയ്യുന്നത് ഈ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിനെയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിലുള്ള വെതർമാൻമാർ, അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകൾക്കൊക്കെ ഈ പറയുന്ന ഹൈ റെസൊല്യൂഷൻ ഇമേജസ്, നമ്മുടെ എർത്തിൻ്റെ ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ സാറ്റലൈറ്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ ഈ പറയുന്ന സയൻറ്റിസ്റ്റുകൾക്കും ഈ വെതർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഇമേജസിനെ കുറിച്ച് കൂടുതൽ, അല്ലെങ്കിൽ ഈ ഇമേജസിനകത്ത് കൂടുതൽ പഠനങ്ങൾ നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സൈക്ലോണുകൾ, നമ്മുടെ ഇന്ത്യയെ വലിയ രീതിയിൽ ബാധിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൺസൂൺ സിസ്റ്റം, തണ്ടർ സ്റ്റോംസ്, ഇത്തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസും ഇവൻറ്റ്സും ഒക്കെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത്. ഇനി ഇൻസാറ്റ് 3DSനകത്ത് 4 പേലോഡുകളാണ് ഉള്ളതായിട്ട് പറയുന്നത്. ഒന്ന് ഒരു ഇമാജറാണ്, പിന്നെ ഒരു സൗണ്ടർ ഉണ്ടാവും, ഒരു ഡാറ്റ റിലേ ട്രാൻസ്പോണ്ടർ ഉണ്ടാവും, ഏറ്റവും അവസാനമായിട്ട് ഒരു സാറ്റലൈറ്റ് എയ്ഡഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ട്രാൻസ്പോണ്ടറും ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് മിലാൻ എക്സസൈസ് ആണ്. സോ അപ്പോൾ ഈ മിലാൻ എക്സസൈസിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മിലാൻ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 10-നകത്ത് നമ്മൾ അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന മിലാൻ എക്സസൈസിനെ, ഈ മാസം ഷെഡ്യൂൾ ചെയ്തേക്കുന്ന മിലാൻ എക്സസൈസിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ വൈസ് അഡ്മിറലായിട്ടുള്ള, ഇന്ത്യൻ നേവിയുടെ വൈസ് അഡ്മിറലായിട്ടുള്ള തരുൺ സോബ്തി, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് മിലാൻ എക്സസൈസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ മിലാൻ എന്ന് പറയുന്നത്
ഒരു മൾട്ടിലാറ്ററൽ നേവൽ എക്സസൈസ് ആണ്. മൾട്ടിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വലിയ ഒരു നേവൽ എക്സസൈസ് ആണ് മിലാൻ എന്ന് പറയുന്നത്. 1995 ഇത് ആരംഭിക്കുന്നത്. ഇതൊരു ബൈ ആനിയൽ നേവൽ എക്സസൈസും കൂടിയാണ്. ബൈ ആനിയൽ എന്ന് പറയുന്നത് 2 വർഷം കൂടുമ്പോഴാണ് ഇത് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനീഷ്യലി നമ്മുടെ ആക്ച്വലി ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന ഏറ്റവും വലിയ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് ഈ മിലാൻ എക്സസൈസ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇത് ഇനീഷ്യലി 1995 ഇത് ആരംഭിക്കുന്ന സമയത്ത് ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ 4 രാജ്യങ്ങളായിരുന്നു ഇന്ത്യയുടെ കൂടെ ഈ എക്സസൈസിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഓവർ ദി ഇയേഴ്സ് ഇതിന്റെ സ്കോപ്പും ഇതിനകത്തുള്ള പാർട്ടിസിപ്പൻസിന്റെ എണ്ണമൊക്കെ വളരെ വലിയ രീതിയിൽ കൂടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള കോണ്ടെക്സ്റ്റിൽ ഇന്ത്യ ലീഡ് ചെയ്യുന്ന ലാർജസ്റ്റ് ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് മിലാൻ എന്ന് പറയുന്നത്. കാരണം അത്രയധികം രാജ്യങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിന് ഇത്രയധികം സിഗ്നിഫിക്കൻസ് കൊടുക്കാനുള്ള കാരണം ചൈനയുടെ നേവൽ കേപ്പബിലിറ്റീസ് ഒക്കെ വളരെയധികം കൂടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ എക്കണോമിക് ഇൻട്രസ്റ്റുകൾ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലും നമ്മൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഇൻഡോ പസഫിക് റീജിയനിൽ വലിയ രീതിയിലൊരു ജിയോ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഹോം ടർഫായിട്ട് കാണുന്ന ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലേക്ക് ചൈനീസ് നേവിയുടെ പ്രസൻസ് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു എക്സസൈസിനകത്ത് കാണുന്നത് പോലെ തന്നെ ഇതിനകത്തുള്ള പാർട്ടിസിപ്പേറ്റിംഗ് രാജ്യങ്ങൾക്കിടയിലുള്ള കോപ്പറേഷൻസ് എൻഹാൻസ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ഓപ്പറേഷണൽ കേപ്പബിലിറ്റീസിന് ഇംപ്രൂവ് ചെയ്യുക, മാരിടൈം സെക്യൂരിറ്റി ചാലഞ്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മിലാൻ എക്സസൈസിന്റെയും ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഈ മിലാൻ എക്സസൈസ് ഇപ്പോൾ വലിയ ഇതിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞു ചൈനയുടെ ത്രെട്ടിനെ അല്ലെങ്കിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളികളെ കൗണ്ടർ ചെയ്യാനാണ്. അത് മാത്രമല്ല അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു സാഗർ ഇനീഷ്യേറ്റീവ് ഉണ്ട്. അതായത് എസ്പെഷ്യലി ഇൻഡോ പസഫിക് റീജിയനിലുള്ള ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന 2 ഫോറിൻ പോളിസീസ് ആണ് ആക്ട് ഈസ്റ്റ് പോളിസിയും അതുപോലെ തന്നെ സാഗർ ഇനീഷ്യേറ്റീവ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് എന്താണെന്ന് ജസ്റ്റ് ഒന്നുകൂടി പറയാം. ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോ പസഫിക് റീജിയനിൽ എസ്പെഷ്യലി ഈസ്റ്റേൺ ഏഷ്യൻ റീജിയനിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻസ് ഒരു സ്ട്രാറ്റജിക് ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു തന്ത്രപ്രധാന ബന്ധമാക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസിയാണ് ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. ഇത് 2015 നമ്മൾ ആരംഭിക്കുന്നത്. പക്ഷേ ഈ ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത് 1990-കളിൽ നരസിംഹറാവു ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ലുക്ക് ഈസ്റ്റ് പോളിസിയുടെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് എന്ന് പറയുന്നത്. ഓൾ ടുഗെദർ പുതിയ പോളിസി അല്ല. ഇനി സാഗർ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദി റീജൻ എന്നാണ് സാഗർ എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലുള്ള ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2015 ഈ സാഗർ ഇനീഷ്യേറ്റീവ് ഇന്ത്യ ആരംഭിക്കുന്നത്. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലുള്ള രാജ്യങ്ങളുടെ വേരിയസ് മെഷേഴ്സ് എടുത്തുകൊണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള കോപ്പറേഷനൊക്കെ എൻഹാൻസ് ചെയ്തുകൊണ്ട് ഇവരുടെ മാരിടൈം സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, കൾച്ചറൽ ടൈസ് സ്ട്രെങ്തൻ ചെയ്യുക എന്നൊക്കെയാണ് ഈ സാഗർ ഇനീഷ്യേറ്റീവിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് കൈറൻസ് ഗ്രൂപ്പ് ആണ്. സോ ഈ കൈറൻസ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 ഈ WTO ഇന്ത്യയിലുള്ള ഫാം സബ്സിഡീസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ പ്രഷർ ചെയ്യുന്നുണ്ടെന്നും, പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മളോട് ഫാമേഴ്സ് അവർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വീണ്ടും പണ്ട് 2021-22 കാലഘട്ടത്തിലൊക്കെ കണ്ടതിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ വലിയ രീതിയിൽ ഒരു കർഷക സമരം ഡൽഹിയിലേക്ക് വീണ്ടും പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നൊക്കെയുള്ള കർഷകർ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 2 പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു ന്യൂസ് ഇവർ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ WTOയുടെ ഫാം സബ്സിഡീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോളിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബേസിക്കലി കൈറൻസ് ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ കൈറൻസ് ഗ്രൂപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൈറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 19 അഗ്രികൾച്ചറൽ എക്സ്പോർട്ടിംഗ് കൺട്രീസിന്റെ ഒരു കോക്കസ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രഷർ ഗ്രൂപ്പ്, ഒരു കോക്കസ് ആണ് ഈ പറയുന്ന കൈറൻസ് ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പോൾ ഇവരുടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 19 അഗ്രികൾച്ചറൽ എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആയതുകൊണ്ട് തന്നെ ഒരു അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിന് എന്തായിരിക്കും അവരുടെ ആവശ്യം എന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അവർക്ക് വേണ്ടി വരും എന്താണ്, അവർക്ക് അവരുടെ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റണം. അതായത് അവർ ഫേസ് ചെയ്യുന്ന ട്രേഡ് ബാരിയേഴ്സ് ഒഴിവാക്കണം. സോ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന്റെ എക്സ്പോർട്ടിനകത്ത് ലിബറലൈസേഷൻ വേണം. അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിനെക്കാട്ടിലും കുറഞ്ഞ വിലക്ക് മറ്റേതെങ്കിലും രാജ്യങ്ങൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് വില കുറച്ചേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവരുടെ മാർക്കറ്റ് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഒരു അൺഈവൻ അഡ്വാൻറ്റേജ് ആയിട്ട് അവർ കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് വലിയ ഇതിൽ ഫാം സബ്സിഡീസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഈ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. സ്വാഭാവികമായിട്ടും
അവർ വിൽക്കുന്നതിനെക്കാട്ടിലും ചെറിയ വിലക്ക് ഇന്ത്യയിലുള്ള അഗ്രികൾച്ചർ സെക്ടറിലുള്ള ആളുകൾക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അഗ്രികൾച്ചർ സബ്സിഡീസ് നിർത്തലാക്കണം എന്നും കൂടി ആവശ്യപ്പെടുന്ന ഒരു ടീംസാണ് ഈ പറയുന്ന കൈറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് 1986 ഓസ്ട്രേലിയയിലുള്ള കൈറൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ് ഇത് കൈറൻസ് ഗ്രൂപ്പ് എന്നുള്ള പേരിൽ അറിയപ്പെടാനുള്ള കാരണം. അപ്പോൾ ആ സമയത്ത് ഈ ഗാട്ടും അതുപോലെ തന്നെ WTO ഒക്കെ ആദ്യം ഗാട്ടും പിന്നീട് WTO ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഉറുഗ്വായ് റൗണ്ട് കോൺഫറൻസസ് എന്നറിയപ്പെടുന്ന ഒരു സീരീസ് ഓഫ് കോൺഫറൻസസ് ഈ അഗ്രികൾച്ചർ സബ്സിഡീസുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ തൊട്ടു മുമ്പായിട്ടാണ് ഈ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഗ്രൂപ്പിന്റെ ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലിബറലൈസ് ഗ്ലോബൽ ട്രേഡ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ അബോളിഷ് എക്സ്പോർട്ട് സബ്സിഡീസ് ആൻഡ് ട്രേഡ് ഡിസ്റ്റോർട്ടിംഗ് ആംബർ ബോക്സ് ഡൊമസ്റ്റിക് സപ്പോർട്ട് ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ എക്സ്പോർട്ടിന് മാർക്കറ്റ് ആക്സസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. അപ്പം നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പല നിലപാടുകളും ഇവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം ഗവൺമെന്റ് നമ്മൾ കൊടുത്ത അഗ്രികൾച്ചർ സെക്ടറിലുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ സബ്സിഡി കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും അത് നിർത്താൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് ഓൾറെഡി ഓവർ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. ഇത്രയധികം സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോലും ഒരു അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് അത് നിർത്തി കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിനകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഇവർ പറയുന്നത് ഇത് നിർത്തണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവർ ബേസിക്കലി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനകത്തൊക്കെയുള്ള നെഗോസിയേഷൻസിനകത്ത്, എസ്പെഷ്യലി ബാലി റൗണ്ട് കോൺഫറൻസസ് എന്നൊക്കെ പറയുന്ന അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നെഗോസിയേഷൻസിനകത്ത് ഒരു കോക്കസ് പോലെ അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പ്രഷറൈസ് ചെയ്യാറുണ്ട് എന്ന് മനസ്സിലാക്കുക. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സ്വാമിനാരായൺ സമ്പ്രദായ എന്ന് പറയുന്ന ഒരു ഹിന്ദു സെക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാനുള്ള കോണ്ടെക്സ്റ്റ് റീസെന്റ് അബുദാബിയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു ഹിന്ദു ടെമ്പിളിന്റെ കോണ്ടെക്സ്റ്റാണ് നമ്മൾ ഇവരെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. കാരണം ഈ ഹിന്ദു ടെമ്പിള് ഈ പറയുന്ന സ്വാമിനാരായണ സമ്പ്രദായക്ക് അകത്ത് പെടുന്ന ഒരു സബ്സെക്റ്റിന്റെ കൺട്രോളിലുണ്ട്, അല്ലെങ്കിൽ അവരാണ് ഈ പറയുന്ന ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വാമിനാഥായ സമ്പ്രദായത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ടെമ്പിളിനെ കുറിച്ച് ജസ്റ്റ് 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ടെമ്പിൾ ബിൽഡ് ചെയ്തേക്കുന്നത് നേരത്തെ പറഞ്ഞ ഈ സ്വാമിനാഥായ സമ്പ്രദായത്തിനകത്ത് ഉൾപ്പെടുന്ന ഒരു ഡിനോമിനേഷൻ ആയിട്ടുള്ള ഒരു ബോഷ സെൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമിനാരായൺ സംസ്ഥ അല്ലെങ്കിൽ BAPS എന്ന് പറയുന്ന ഒരു സ്വാമിനാരായണ സമ്പ്രദായക്കകത്തുള്ള ഒരു പെർട്ടിക്കുലർ ഡിനോമിനേഷനാണ്. അപ്പോൾ ഇത്തരത്തിൽ UAE-യിലുള്ള ആദ്യത്തെ ഒരു ഹിന്ദു ടെമ്പിളായിട്ട് കണക്കാക്കുന്നത് ഇതാണെന്നാണ് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ന്യൂസിനകത്ത് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സ്വാമിനാരായ സമ്പ്രദായ എന്ന് അറിഞ്ഞിരിക്കുക. സ്വാമിനാരായ സമ്പ്രദായ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വാമിനാരായ ഹിന്ദുയിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വാമിനാരായൺ മൂവ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഒരു ഹിന്ദു വൈഷ്ണവ സമ്പ്രദായമാണ്. അതായത് വൈഷ്ണവ സെക്റ്റിൽപ്പെടുന്ന, അല്ലെങ്കിൽ വൈഷ്ണവസ്ഥയിൽ വിഷ്ണുവിന്റെ അവതാരങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ വിഷ്ണുവിൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദു സെക്റ്റാണ് ഇത്. രാമാനുജയുടെ ഒരു വിശിഷ്ട ദ്വൈത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതിൽ റൂട്ട് ചെയ്തിട്ടുള്ള ഒരു സെക്റ്റാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവര് ബേസിക്കലി ഇവർ ഏറ്റവും അധികം വേർഷിപ്പ് ചെയ്യുന്നത് ഇവരുടെ ഫൗണ്ടർ ആയിട്ടുള്ള ഒരു സഹജാനന്ദ സ്വാമി എന്ന് പറയുന്ന ആളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ പോപ്പുലർലി അറിയപ്പെടുന്നത് സ്വാമിനാരായൺ എന്നുള്ള പേരിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേരിൽ ഈ സെക്ട് അറിയപ്പെടാനുള്ള കാരണം. 1781 തൊട്ട് 1830 വരെയാണ് ഈ സഹജാനന്ദ് സ്വാമി ജീവിച്ചിരുന്നത്. അപ്പോൾ പുള്ളിനെ ഇവർ കാണുന്നത് കൃഷ്ണയുടെ ഒരു അവതാരമായിട്ടാണ്. ഓക്കെ, ഇനി 20th സെഞ്ചുറിയിൽ ഇവരുടെ സെക്റ്റിനകത്ത് കുറേ ഡിഫറെൻ്റ് ഓഫ് ഇന്റർപ്രിട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഈ സക്സഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെൻറ്റ് ഇന്റർപ്രിട്ടേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ തർക്കങ്ങൾ വരികയും അപ്പോൾ അതിനകത്ത് നിന്ന് കുറേ ഡിനോമിനേഷൻസ് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ BAPS എന്ന് പറയുന്നത്. അത് 1907-ലാണ് സ്പ്ലിറ്റ് ആവുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് MIS ഓർ MSP എന്നുള്ളതാണ്. അല്ലെങ്കിൽ MIS-നെ കുറിച്ചും MSP-യെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഇപ്പോൾ നമ്മൾ കർഷകരെ സമരത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അവരിപ്പോൾ സമരം ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് MSP-ക്ക് ഒരു ലീഗൽ ബാക്കിംഗ് കൊടുക്കണം, അതിന് നിയമപരമായിട്ടുള്ള പരിരക്ഷ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, വലിയ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊപ്പോസിഷൻ ആണ് അതെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിനകത്ത് അവരുടെ എഡിറ്റോറിയൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് ആണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് നോക്കാം. സോ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു ഫോം ഓഫ് മാർക്കറ്റ് ഇന്റർവെൻഷൻ ആണ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതുകൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള കർഷകർക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന് ഒരു മിനിമം വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ഒരു മിനിമം എമൗണ്ടിന് അത് ഗവൺമെന്റ് പ്രൊക്യൂർ ചെയ്തോളാം എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ
ഈ കർഷകരുടെ ഒരു പരിധി വരെയുള്ള എക്കണോമിക് ലോസിനെ പരിഹരിക്കാൻ ഗവൺമെന്റിന് പറ്റും. അതായത് മാർക്കറ്റിനകത്ത് വില ഇടിഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഇത്ര രൂപ വന്നുകൊണ്ട് പെർ കിലോഗ്രാം അല്ലെങ്കിൽ പെർ ക്വിന്റൽ ഇത്ര രൂപ വന്നുകൊണ്ട് ഗവൺമെന്റ് ഇത് എടുക്കും എന്നുള്ളതാണ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസിലൂടെ പറയുന്നത്. അപ്പോൾ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സാധാരണഗതിയിൽ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള ക്രോപ്സ് ഉണ്ട്. ആ ക്രോപ്സിന്റെ ഒക്കെ സോയിങ് സീസണിന്റെ സമയത്താണ്, സോയിങ് സീസൺ അല്ലെങ്കിൽ അതിന്റെ വിത്ത് വിതക്കുന്ന ആ ഒരു സീസണിലാണ് ഇത് ഡിക്ലെയർ ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഈ പറയുന്ന MSP ഓരോ വർഷവും ഈ സോയിങ് സീസണിൽ ഡിക്ലെയർ ചെയ്യുന്നത് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് അല്ലെങ്കിൽ CACP എന്ന് പറയുന്ന അതോറിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ CACP എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ അതുപോലെ തന്നെ ഫാമേഴ്സ് വെൽഫെയറിനകത്തുള്ള ഒരു അറ്റാച്ച്ഡ് ഓഫീസാണ്. ഇത് 1965 നിലവിൽ വരുന്നത്. പക്ഷേ ഇവർ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതിനകത്ത് ഡിസിഷൻ എടുക്കുന്നത്, അതായത് മിനിമം സപ്പോർട്ട് പ്രൈസിനകത്ത് ഡിസിഷൻ എടുക്കുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ്. അത് പ്രൈം മിനിസ്റ്റർ ആണ് ഹെഡ് ചെയ്യുന്നത്. സോ അപ്പോൾ അവരാണ് ഇതിനകത്ത് തീരുമാനം എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിലവിൽ 22 പ്രൊഡക്ട്സിനാണ് അല്ലെങ്കിൽ 22 അഗ്രികൾച്ചറൽ ക്രോപ്സിനാണ് ഗവൺമെന്റ് MSP ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഷുഗർ കെയിനിന് വേണ്ടിയിട്ട് ഒരു ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസും ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസിന് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ പറയുന്ന 22 ക്രോപ്സിനകത്ത് 14 ക്രോപ്പുകൾ കാരിഫ് സീസണിലുള്ളതും 6 റാബി ക്രോപ്സും 2 കൊമേഴ്ഷ്യൽ ക്രോപ്പുകളുമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി MSP ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്, 2 കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ മാർക്കറ്റിനകത്തുള്ള പ്രൈസ് ട്രെൻഡ്സ്, അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നമ്മുടെ ആഭ്യന്തര കമ്പോളത്തിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിലുള്ള പ്രൈസിന്റെ ട്രെൻഡ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇന്റർ ക്രോപ്പ് പ്രൈസ് പാരിറ്റി എങ്ങനെയാണ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ നോൺ അഗ്രികൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ഓഫ് ട്രേഡ് എങ്ങനെയാണ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ മിനിമം 50% എങ്കിലും കവർ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു മാർജിൻ വേണം എന്നുള്ളത്, അതുപോലെ തന്നെ ഇത് ഏത് തരത്തിലാണ് കൺസ്യൂമേഴ്സിനെ ബാധിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കൺസിഡറേഷൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയാസ് ഒക്കെ വെച്ചിട്ടാണ് MSP ഫിക്സ് ചെയ്യുന്നത്. ഈ MSP കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്, ഒന്ന് ഇത് ഒരു പ്രൈസ് ഡിസ്കവറി ആൻഡ് പ്രൈസ് സ്റ്റെബിലിറ്റി, അതായത് ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നു, കർഷകർക്ക് ഒരു ഇൻകം സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. കർഷകരുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം ഇൻഷുറൻസ് പോളിസിയാണ്, അതായത് ഗവൺമെന്റ് ഇത് പ്രൊക്യൂർ ചെയ്തിരിക്കും, ഇത്ര പണമെങ്കിലും കിട്ടും എന്നുള്ളൊരു മിനിമം ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സെക്യൂരിറ്റി ഉണ്ട്. അതായത് ബേസിക്കലി MSP കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് FCIയിലൂടെ കളക്ട് ചെയ്യുന്ന ഈ ഫുഡ് ക്രോപ്സ് ആണ് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ ഒക്കെ കീഴിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിന്റെ ഫുഡ് സെക്യൂരിറ്റി ന്യൂട്രീഷൻ സെക്യൂരിറ്റി ഇതിലൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാർക്കറ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ഈ മിഡിൽ മാൻമാരുടെ ഭാഗത്തുനിന്ന് മെർച്ചൻസിന്റെ ഭാഗത്തുനിന്നൊക്കെ കർഷകർ ഫേസ് ചെയ്യുന്ന മാർക്കറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഒരു പരിധി വരെ കുറക്കാൻ ഇത് സഹായിക്കും. ഇനി ഈ MSP നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഒന്ന് ഇതിന് ലീഗൽ ബാക്കിംഗ് ഇല്ല, ലിമിറ്റഡ് കവറേജ് ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ 22 ക്രോപ്സിന് മാത്രമേ MSP ഉള്ളൂ. അതുപോലെ തന്നെ ഈ MSPയുടെ കാൽക്കുലേഷൻ മെത്തഡോളജിക്കകത്ത് അത് കർഷകർക്ക് ഫേവറബിൾ അല്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ഫോഴ്സസിനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാത്ത ഒന്നാണ് MSP എന്ന് പറയുന്നത്. ഒരു പാർഷ്യൽ ആയിട്ടുള്ള മെഷർ മാത്രമാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി അടുത്തതായിട്ട് MIS അല്ലെങ്കിൽ മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബ്രോഡർ സ്കീമാണ്. അതായത് മാർക്കറ്റിനകത്തുള്ള പ്രൈസസിനെ ഗവൺമെന്റ് ഇന്റർവെൻഷൻസിലൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മാർക്കറ്റിനകത്ത് പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ ഇത് ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ഫ്ലെക്സിബിലിറ്റി ആണ്. ഇപ്പോൾ MSP ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് MIS കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. അതായത് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റും. MSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഫിക്സ് ചെയ്യൽ മാത്രമാണ്. ഇത് ബേസിക്കലി കുറച്ചും കൂടി ടാർഗറ്റഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസിനുള്ള ഒരു അവൈലബിലിറ്റി MISന്റെ കീഴിലുണ്ട്. മാർക്കറ്റ് ഡിസ്റ്റോഷനെ ഒരു പരിധി വരെയൊക്കെ കുറക്കാൻ ഇത് സഹായിക്കും. കാരണം വേരിയിങ് മെത്തഡോളജിയിലൂടെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതായത് ഫാർമേഴ്സിനെ കുറച്ചും കൂടി റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യാൻ അവർക്ക് ഇൻകം സപ്പോർട്ടൊക്കെ കൊടുത്തുകൊണ്ട് MIS സഹായിക്കുന്നുണ്ടെന്ന് പറയാം. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ലിമിറ്റഡ് കവറേജ് ആണ്. കാരണം എല്ലാ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസും അല്ലെങ്കിൽ എല്ലാ മാർക്കറ്റും ഇതിനകത്ത് കവർ ചെയ്തുകൊള്ളുന്നില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ചാലഞ്ചസ് ഉണ്ട്. കാരണം എഫക്റ്റീവ്ലി ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. മാർക്കറ്റിനകത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ, അതായത് പുറത്തുനിന്നുള്ളൊരു ഇന്റർവെൻഷൻ ആയതുകൊണ്ട് തന്നെ, ഒരു ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആയതുകൊണ്ട് തന്നെ അതിനകത്തൊരു മിസ്മാനേജ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഡൈനാമിക്സിനെ വലിയ ഇതിൽ ഡിസ്റ്റർബ് ചെയ്യാൻ അത് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺഇൻറ്റൻഡഡ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും. പിന്നുള്ളത് ഒരു ഇനിക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്. കാരണം MIS എന്ന് പറയുന്നത് എല്ലാ ഫാർമേഴ്സിനും ഈക്വലി അതിന്റെ സപ്പോർട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫാർമേഴ്സിന് അല്ലെങ്കിൽ ഫാമിംഗ് കമ്മ്യൂണിറ്റീസിന് കുറച്ചും കൂടി ബെറ്റർ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടും. അതുപോലെ തന്നെ ഇത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഫാമേഴ്സ് ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്.
ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് കിൻമെൻ ആർച്ചിപ്പലാഗോ ആണ്. സോ ഈ കിൻമെൻ ആർച്ചിപ്പലാഗോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ന്യൂസിൽ വരുന്നൊരു കാര്യമാണ്. കാരണം ഇത് കിൻമെൻ ആർച്ചിപ്പലാഗോ എന്ന് പറയുന്നത് ബേസിക്കലി തായ്വാന്റെ കൺട്രോളിലുള്ള ചൈനയുടെ മെയിൻലാൻഡിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഐലൻഡാണ് കിൻമെൻ ആർച്ചിപ്പലാഗോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണിത്. അപ്പോൾ ഇവിടെ US അവരുടെ സ്പെഷ്യൽ ഫോഴ്സസിന് ഡിപ്ലോയ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് കുറച്ച് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തായ്വാൻ ക്രൈസിസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ കിൻമെൻ ഐലൻഡിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു മിറ്റ്സു ഐലൻഡ് എന്ന് പറയുന്ന മറ്റൊരു ഐലൻഡ് ഉണ്ട്, അത് രണ്ടും ആ പേരുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കിൻമെൻ ഐലൻഡിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തായ്വാൻ എന്ന് പറയുന്ന ഒരു ഡിഫാക്റ്റോ ഇൻഡിപെൻഡന്റ് രാജ്യമുണ്ട്. അതായത് ഒഫീഷ്യലി UN ഒന്നും തായ്വാനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിലും പ്രാക്ടിക്കലി ഒരു സ്വതന്ത്ര രാജ്യമാണ്. സോ ഈ തായ്വാന്റെ കൺട്രോളിലുള്ള, പക്ഷേ നമുക്കറിയാം ഇപ്പോൾ തായ്വാൻ എവിടെയാണ് കിടക്കുന്നത്, ഇതാണ് മെയിൻലാൻഡ് ചൈന. മെയിൻലാൻഡ് ചൈനയെ നമ്മൾ PRC പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് വിളിക്കും, തായ്വാനെ ROC റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് വിളിക്കും. സോ ഈ ROCയുടെ കൺട്രോളിലുള്ള മെയിൻലാൻഡ് ചൈനയുടെ ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഐലൻഡാണ് കിൻമെൻ ഐലൻഡ് എന്ന് പറയുന്നത്. അതായത് കിൻമെൻ ഐലൻഡിൽ നിന്ന് ഈ ചൈനീസ് മെയിൻലാൻഡിൽ കിടക്കുന്ന അവരുടെ ഒരു ഈ ഭാഗത്ത് കിടക്കുന്ന ഈ ഒരു പ്രൊവിൻസിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂജിയാൻ. ഈ ഫ്യൂജിയാൻ പ്രൊവിൻസിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് സിയാമൻ എന്ന് പറയുന്നത്. ഈ സിയാമൻ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രമേ ഈ കിൻമെൻ ഐലൻഡിലേക്കുള്ളൂ. പക്ഷെ അതേസമയം തായ്വാനിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കിൻമെൻ ഐലൻഡ് എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഒരു സ്ട്രാറ്റജിക് ത്രെറ്റ് ആണ്. കാരണം ഈ കിൻമെൻ ഐലൻഡിലുള്ള മിലിറ്ററി ബേസുകൾ യൂസ് ചെയ്തുകൊണ്ട് ചൈനീസ് മെയിൻലാൻഡിനകത്ത് ആക്രമണം നടത്തുക എന്ന് പറയുന്നത് തായ്വാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിൻമെൻ ഐലൻഡ് എന്ന് പറയുന്നത് അത് ക്യൂമോയ് എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. റിപ്പബ്ലിക് ഓഫ് ചൈന അല്ലെങ്കിൽ തായ്വാന്റെ കൺട്രോളിലാണ് ഇത് വരുന്നത്. ഇത് മെയിൻലാൻഡ് ചൈനയുടെ തൊട്ടടുത്താണ് കിടക്കുന്നത്. ഈ മെയിൻലാൻഡ് ചൈനനെയും കിൻമെൻ ഐലൻഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെയിൻലാൻഡ് ചൈന കിൻമെൻ ഐലൻഡുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ആ ഒരു മെയിൻലാൻഡ് ചൈനയുടെ പാർട്ടിനെ ഫ്യൂജിയാൻ പ്രൊവിൻസ് എന്നാണ് വിളിക്കുക. ഫ്യൂജിയാൻ പ്രൊവിൻസിൽ സിയാമൻ എന്ന് പറയുന്ന സിറ്റിയാണ് പ്രധാനമായിട്ടും കിൻമെൻ ഐലൻഡിന്റെ തൊട്ടടുത്ത് കിടക്കുന്നത്. അപ്പോൾ ഈ കിൻമെൻ ഐലൻഡിനെയും ഈ ഫ്യൂജിയാൻ പ്രൊവിൻസിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന വാട്ടർ ബോഡിയാണ് സിയാമൻ ബേ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.